സ്വാമിയേ ശരണമയ്യപ്പ. മണിമണ്ഡപം. പലരും മണിമണ്ഡപം അയ്യപ്പസ്വാമിയുടെ സമാധി ഇടമായിട്ടാണ് കരുതപ്പെടുന്നത്. അയ്യപ്പസ്വാമിയുടെ സമാധി ഇടമല്ല മണിമണ്ഡപം. മണ്ഡലകാലത്ത് ശബരിമലയിലെ മുഖ്യ കർമ്മങ്ങൾ നടക്കുന്ന ഒരിടമാണ് മണിമണ്ഡപം. മകരവിളക്കിന് അയ്യപ്പസ്വാമിയെ തിരുവാഭരണം ചാർത്തി മകരജ്യോതി തെളിഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസം അയ്യപ്പസ്വാമിയുടെ 5 രൂപത്തിലുള്ള കോലം എഴുതി വിശേഷാൽ പൂജകളും കർമ്മങ്ങളും എല്ലാം നടക്കുന്നത് ഇവിടെയാണ്. മണിമണ്ഡപത്തിൻ്റെ ആ ചുറ്റിനും അയ്യപ്പസ്വാമിയുമായി ബന്ധപ്പെട്ട കഥകളാണ് ലേഖനം ചെയ്തിരിക്കുന്നത്. പന്തളത്ത് രാജാവും രാജ്ഞിയും ശിവഭഗവാനോട് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ശിവഭഗവാനും മോഹിനിക്കും കുഞ്ഞു പിറക്കുന്നതും പന്തളത്ത് രാജാവിന് മണികണ്ഠനെ കിട്ടുന്നതും മണികണ്ഠൻ അസ്ത്രവിദ്യകളെല്ലാം അഭ്യസിക്കുന്നതും പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ട കഥകൾ, അങ്ങനെ ഒട്ടനവധി ചിത്രങ്ങൾ ചെമ്പ് തകിടിൽ അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ആ മണിമണ്ഡപത്ത് കിടാവിളക്ക് വെച്ചേക്കുന്ന ആ ചുറ്റുമായിട്ടാണ് ഈ ചെമ്പ് തകിടിൽ ഇത് ആലേഖനം ചെയ്തിരിക്കുന്നത്. ആ ഭസ്മമെല്ലാം കൈക്ക് ഒന്ന് തുടച്ച് മാറ്റി നോക്കാമെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് ഓരോ കാര്യങ്ങളും അതിൽ ആലേഖനം ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അയ്യപ്പസ്വാമി മഹർഷി നിഗ്രഹം എല്ലാം കഴിഞ്ഞ് തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിച്ച് പന്തളത്തു നിന്നും ശബരിമല വന്നു ആദ്യമേ വന്ന് വിശ്രമിക്കാൻ ഇരുന്ന ഇടമാണ് മണിമണ്ഡപം. അതിനുശേഷം അയ്യപ്പസ്വാമി ശാസ്താവിഗ്രഹത്തിലേക്ക് വിനയം പ്രാപിച്ച് ശബരിമലയിൽ കുടിയിരുന്നു. അതല്ലാതെ മണിമണ്ഡപത്തിന് അയ്യപ്പസ്വാമിയുടെ സമാധിയുമായി യാതൊരു വിധ ബന്ധവും ഇല്ല. മണിമണ്ഡപത്തോട് ചേർന്ന് ആണ് മാളികപ്പുറത്ത് അമ്മയുടെ ക്ഷേത്രം. അയ്യപ്പസ്വാമിക്ക് മാളികപ്പുറത്തമ്മയെ ദിവസവും കാണാനും അമ്മയുടെ തിരുനടയിൽ വിളക്ക് കൊളുത്തി അമ്മയെ തൊഴാനും വേണ്ടിയാണ് മാളികപ്പുറത്ത് അമ്മയെ അയ്യപ്പസ്വാമിയുടെ തിരുനടയിൽ മാളികപ്പുറത്ത് അമ്മയെയും കുടി ഇരുത്തിയിരിക്കുന്നത്. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ.